അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ മലക്കം മറിഞ്ഞ ശ്വേതാ മേനോനെതിരെ നടി ഉഷാ ഹസീന. പാവം പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന കമ്മിറ്റിക്ക് വുമൺ ഗാർഡ് ഇറക്കാൻ യോഗ്യതയില്ല. ഭരണസമിതിയിൽ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ വനിതാ അംഗങ്ങളെ കൂട്ടി ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം ഇരിക്കുമെന്നും ഉഷാ ഹസീന ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, അമ്മയിലെ തർക്കങ്ങൾ തീരുന്നില്ല, അതുമാത്രവുമല്ല കൂടുതൽ തർക്കങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണല്ലോ നിലവിൽ ഉഷാ ഹസീന അടക്കം ശ്വേതയ്ക്കെതിരെ രംഗത്ത് വരുമ്പോൾ മനസ്സിലാകുന്നത്. നിലവിൽ ഉഷാ ഹസീനയുടെ പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിശദാംശങ്ങൾ. ഷാമിലി, അമ്മയിലെ ഭരണസമിതിയിലെ പ്രതിസന്ധി വീണ്ടും തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശ്വേതാ മേനോൻ ഇപ്പോൾ ഇന്ന് ഈ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടി ഉഷാ ഹസീന രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യം പാവം പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ തയ്യാറാകാതിരുന്ന കമ്മിറ്റിക്കായിരുന്നു ശ്വേതാ മേനോൻ നേതൃത്വം നൽകിയിരുന്നത്. അപ്പോൾ വീണ്ടും അവർ ഈ വുമൺ കാർഡ് ഇറക്കി ഈ കമ്മിറ്റിയിൽ തുടരുക അല്ലെങ്കിൽ കടിച്ചു തൂങ്ങി കിടക്കാൻ സമ്മതിക്കില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം വീണ്ടും മുന്നിൽ വന്നു കഴിഞ്ഞാൽ ശക്തമായി അതിനെ നേരിടും. അതായത് വനിതാ അംഗങ്ങളെ ഒക്കെ കൂട്ടി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടത്തും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉഷാ ഹസീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഒരു കമ്മിറ്റിക്ക് അവസരം നൽകി അല്ലെങ്കിൽ കമ്മിറ്റി ഭരണസമിതിയായിട്ട് അധികാരത്തിൽ വന്നപ്പോഴത്തെ പല തവണ, അതായത് മുൻപ് 2 തവണ ഇത്തരത്തിൽ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഭരണസമിതി ഒറ്റയടങ്കം രാജിവെക്കുമെന്ന് പറയുകയും അത് മാധ്യമങ്ങളടക്കം പ്രതികരിക്കുകയും ഈ ശ്വേതാ മേനോൻ ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും അതിൽ നിന്ന് മലക്കം വരുന്ന ഒരു സാഹചര്യം 2 തവണ ഉണ്ടായി എന്നും ഈ ഉഷാ ഹസീനയുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഭരണസമിതിയിലുള്ള രാജിവെക്കുകയും പിന്നാലെ അഡ്ഹോക് കമ്മിറ്റി, അതായത് രമേശ് പിഷാരടി നയിക്കുന്ന അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും അപ്പോൾ അതിനുശേഷം ബാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരും മാസങ്ങളിൽ കടക്കും. ഒരു 4 മാസങ്ങളിൽ അടുത്ത ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതിനു മുമ്പായി ഈ കണക്കുകൾ, അതായത് ശ്വേതാ മേനോൻ നേതൃത്വം നൽകിയ ഭരണസമിതിയുടെ കണക്കുകൾ ഈ അഡ്ഹോക് കമ്മിറ്റി പരിശോധിച്ച് അതിനുശേഷം അതിൽ വിലയിരുത്തിയ ശേഷം അത് അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുക. പക്ഷേ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് വീണ്ടും ഈ ഭരണസമിതിയിൽ, അതായത് തന്റെ നിരപരാധിത്വം തെളിയിക്കാണ്ട് ഭരണസമിതിയിൽ നിന്ന് പോവില്ല, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വരെ നിയമപരമായി പോരാടുമെന്ന് ശ്വേതാ മേനോൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ നടത്താൻ നീക്കവുമായി മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ഉഷാ ഹസീന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രകാരം ഈ അമ്മയിലെ താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ വീണ്ടും ശ്വേതാ മേനോനെതിരെയാണ് ഇപ്പോൾ ഉഷാ ഹസീന രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ജോയ്മോൻ വിവരങ്ങൾ നൽകിയത്.